ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ സുമിത്രയെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ കൺമണി. നിങ്ങൾ ഇനി എന്നെ ഒന്നും ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ, പുറത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും ഡബിൾ ഇരട്ടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ മര്യാദയ്ക്ക് എൻ്റെ പാട്ടിന് വിടുമായിരിക്കും നല്ലത് എന്ന് പറയുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ നിന്നിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല. തെറ്റ് എൻ്റെ അടുത്തില്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെപ്പോലെ ചതിയും ചെയ്ത് വഞ്ചനയും ചെയ്തിട്ടല്ല ഞാനിവിടെ കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും സുമിത്രയാണെങ്കിലോ കൺമണിയുടെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ പറഞ്ഞത് മര്യാദയ്ക്ക് വിട്ടോ, 100 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ കൊന്നു കളയാനൊന്നും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. നിങ്ങളെക്കൊണ്ടെന്നല്ല ആരെക്കൊണ്ടും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ വഴിയിൽ തടസ്സമായി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും പെട്ടെന്ന് പരലോകത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ കൺമണി സുമിത്രേനോട് പറയുന്നു കേട്ടോ. അതിന് ശേഷം കൺമണി അങ്ങോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പിന്നീട് കാണിക്കുന്നത് കൃഷിനെ കേട്ടോ. കൃഷാണെങ്കിലോ മാനസയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷ് നീ എന്നെ വിളിച്ചായിരുന്നോ എന്ന് പറഞ്ഞിട്ടാട്ടോ മാനസ വരുന്നത്. അതെ, നീ എന്തിനാണ് കൺമണിയെ ജയിലിലാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കമ്പനിയിലെ ഏറ്റവും ടോപ്പ് ഡിസൈനർ അല്ലേ, അവളെ ഞാൻ ജയിലിലാക്കോ എന്ന് പറയുന്നുണ്ട്. നീ മാത്രമാണ് ചെയ്തിട്ടുണ്ടാവുക, മറ്റാരും ഇതിൽ ഒന്നും ചെയ്യില്ല. നിനക്ക് അസൂയും കുശുമ്പും മാത്രമുള്ള കൺമണിയോട്. എനിക്ക് ചിലപ്പോൾ കാണുമായിരിക്കും, കൃഷി നിൻ്റെ പുറകെ നടക്കുകയല്ലേ അവൾ ചെയ്യുന്നത്, പിന്നെ ഞാൻ എന്താണ് അവളെ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഞാൻ അവളെ പുറകെ അല്ലടി, അവൾ എൻ്റെ പുറകെയല്ലടി, ഞാൻ അവളുടെ പുറകെ നടക്കുന്നത്. അത് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവളുടെ പേര് പറയാൻ പോലും നിനക്ക് ഒരു യോഗ്യതയില്ല എന്ന് പറയാട്ടോ. അതെന്താണ് അങ്ങനെ എന്ന് പറയുമ്പോഴത്തേനും കൃപയോട് പറയുന്നുണ്ട്. കൃപ, നീ കണ്ടോ നിൻ്റെ ഏട്ടൻ്റെ സ്വഭാവം? കൃഷും ഞാനുമായിട്ടാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത്, എന്നിട്ട് കൺമണിയുടെ പുറകെ പോകാൻ ഇവന് നാണമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എത്രത്തോളം നാണം കെട്ടവളാണെന്ന് പറയുമ്പോഴത്തേനും മനസ്സിനെ അഴിക്കുന്നുണ്ട് കേട്ടോ കൃഷ്. നീ എന്തൊരു പറഞ്ഞത് എൻ്റെ കൺമണിയെക്കുറിച്ച് എന്ന് പറയുന്നത് കണ്ടോ, എന്നെ തല്ലുന്നത് നീ കണ്ടില്ലേ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് അവളുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിന്നോടും അതുപോലെ വീട്ടുകാരോടും എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. പക്ഷെ ആരും അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. എല്ലാവരും എന്നെ എതിർത്ത് നിന്നു. കൺമണി ഞാൻ സ്നേഹിക്കുന്നുണ്ടെടി, അവളുടെ കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം, ഞാനതിന് സമ്മതിക്കില്ല എന്ന് മാനസയും തർപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മാനസയെ വീണ്ടും അടിക്കാൻ പോകുമ്പോൾ കൃപ തടയുന്നുണ്ട്. പിന്നീട് കൃഷ്ണനെ മാറ്റിയിട്ട് കൃപ പറയുന്നുണ്ട്, മാനസയോട് പറയുകയാണ്, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ മാനസേ, കാരണം എൻ്റെ എൻ്റെ കൃഷും എൻ്റെ ചേട്ടനും അതുപോലെ കൺമണിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി കൊടുക്കും എന്നൊക്കെ കൃപ വാക്ക് കൊടുക്കുകയോ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഭാഗ്യശ്രീ ജയിലിലേക്ക് വരുന്നതായിട്ടാട്ടോ. അങ്ങനെ ജയിലിലേക്ക് വരുമ്പോഴത്തേനും ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോള് വന്നല്ലോ ഓണത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതല്ല, പിന്നെ മോളേന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയെന്ന് മാത്രം, അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. എന്താ നീ ഇങ്ങനെ, നിങ്ങളൊരു ദുഷ്ടന്മാരല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ജാമ്യം കിട്ടാനാ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജാമ്യം എടുക്കാനും വന്നതല്ല, എനിക്കിവിടെ എൻ്റേതായിട്ടുള്ള ഒരാളെ കാണാനുണ്ടെന്ന് പറയുന്നു. അത് ആരെയാണെന്ന് ചോദിക്കുന്നത്, ഞാൻ കൺമണിയെ കാണാൻ വേണ്ടി വന്നതാണ്, അവൾക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി വന്നതാണെന്നും പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൺമണിയെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് വിടുന്നു കേട്ടോ. അതിനുശേഷം കൺമണി വിളിക്കുന്നുണ്ട്, ഭാഗ്യശ്രീ വക്കീൽ ജാമ്യം എടുക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഭാഗ്യശ്രീ വന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ. ആ, എൻ്റെ പൊന്നു വക്കീൽ, ഇവൾ പഠിച്ച കള്ളിയാണ്, ഇവൾക്ക് ജാമ്യം അനുവദിച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളെപ്പോലെ അത്ര ദുഷ്ടമൊന്നും അല്ല അവൾ, കാരണം നിങ്ങളുടെ അത്ര ദുഷ്ടന്മാർ ഈ ലോകത്തുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും എന്താ നീ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ നിൽക്കുന്നു. കൺമണിയാണെങ്കിൽ കൈ തടുക്കാട്ടോ ചെയ്യുന്നത്. എൻ്റെ വക്കീലിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ പ്രതിയായിട്ടുള്ള ഞാൻ നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഭാഗ്യശ്രീ പറയുകയാണ്. പിന്നീട് കൺമണി, അമ്മ ഇങ്ങനെ പറഞ്ഞോട്, നീ എന്നോടുള്ള ദേഷ്യമൊന്നും കാണിക്കേണ്ട, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുമെന്ന് കൺമണി എന്ന് പറയുന്നുണ്ട്. തിരിച്ചും ഞാൻ ആദ്യമേ മാപ്പ് ചോദിക്കുകയാണ്. ഇവിടെ വെച്ച് ഭാഗ്യശ്രീയുടെ അമ്മയ്ക്ക് എൻ്റെ മേൽക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ഇപ്പം തന്നെ പറയുകയാണെന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ കൺമണി, നീ ഒരു കാര്യം ചെയ്യ്, ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടതാ, ഞാൻ എന്തായാലും ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവിടേക്ക് കൃപ വരാട്ടോ ചെയ്യുന്നത്. കൺമണി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇതാരാണ്, ഇത് ഭാഗ്യശ്രീയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തിനാ കൺമണി എന്ന് പറയുമ്പോഴത്തേനും ഭാഗ്യശ്രീ പറയുന്നുണ്ട്, കൺമണി ഞാൻ പോട്ടെ, ഭാഗ്യശ്രീ നല്ല കുട്ടിയാണ്, അവൾ എനിക്ക് വേണ്ടി വന്നതാണ്, നമ്മുടെ കമ്പനി വക്കീലുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇവളെന്ന് ചോദിക്കുമ്പോഴത്തേനും ഭാഗ്യശ്രീയാണ് കൃഷ്ണനടക്കം ജാമ്യം എടുത്ത് തന്നതെന്ന് പറയുന്നു. കൃപ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കൃപയ്ക്ക് പിന്നീട് മനസ്സിലാവും എല്ലാ സത്യങ്ങളും എന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ അങ്ങോട്ട് പോകുന്നു.
അപ്പോൾ കൺമണിക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ കൃപ കൺമണിക്ക് ഇതാ ഡ്രസ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കൺമണി ഞാൻ കാരണമല്ലേ കൺമണിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അന്ന് ആ ഒരു സെലിബ്രേഷൻ ഒന്നും വേണ്ടായിരുന്നു, ചീഫ് ഗസ്റ്റായിട്ട് കൺമണിയെ വിളിക്കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, ഇതൊക്കെ എനിക്ക് വരാനുള്ളതാണ്, പക്ഷെ സത്യം എന്നും മറന്നേക്ക് പുറത്ത് വരും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്. ഭാഗ്യശ്രീ അവരെക്കുറിച്ചൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം, മോൾക്ക് അപ്പോൾ വിശ്വാസമാവുമെന്ന് പറയുന്നു. പിന്നീട് കൺമണിയുടെ അച്ഛൻ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കായിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ, അവൾ ഇന്നേ വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണ് ഉണ്ണി നമ്പൂതിരി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാണ് ഗോകുലിൻ്റെ അച്ഛൻ കരയുന്നത്, എൻ്റെ മോളുടെ അവസ്ഥ മോൻ അറിയാൻ പറ്റുമോ ഇപ്പോൾ എന്നറിയില്ല, അവൾ വല്ലാത്തൊരവസ്ഥയിലാണ്, ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരെ വന്നു കള്ളക്കേസിലെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കൺമണി ചേച്ചി സത്യസന്ധമായിട്ടുള്ള ഒരാളാണ്, അവളെ എന്നും ദൈവം കാക്കും. കാരണം അറിയാലോ, ഭഗവാൻ പോലും ഒരു പക്ഷേ മണിക്ക് വേണ്ടിയിട്ട്, അത് അറിയാലോ കഥ. അപ്പോൾ തന്നെ കള്ളപ്പേരും കേട്ടിട്ടുണ്ട്. കൺമണി ശേഷിക്കും ഒരു കുഴപ്പമില്ലാതെ കൺമണി ശേഷി പുറത്ത് വരും, അതിനെക്കുറിച്ച് അച്ഛൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഉണ്ണി നമ്പൂതിരി പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. ആ സമാധാനത്തിൽ അച്ഛൻ ഭയങ്കര സമാധാനമാവട്ടെ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ നമ്മുടെ വാസുകിയും അയ്യപ്പനും കൂടി വരുണിനെ കാത്തു നിൽക്കുന്നു. വരുണാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് ആ ഒരു മീഡിയക്കാർക്കൊക്കെ പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാട്ടോ ചെയ്യുന്നത്. നിങ്ങളെ ഞാനല്ലല്ലോ വിളിച്ച് വരുത്തിയത്, മാനസിയല്ലേ, അവളോട് ചെന്ന് പൈസയുടെ കണക്കും കാര്യങ്ങളൊക്കെ പറയും, എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ പറയുന്നു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും വരാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വരുണല്ലേ എന്ന് പറയുന്നുണ്ട്. അതെ, നിങ്ങളാരാ? ഞങ്ങളിവിടെ ഒരു വഴിപോക്കരാണ്, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ കൺമണിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. കൺമണിയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവളെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അവളെ നിനക്ക് കെട്ടിച്ചു തന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. കൺമണിയെ എനിക്ക് കെട്ടിച്ചു തരാനോ? വേണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്താ, നീ അവളെ കെട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും പരാക്രമം കാട്ടിയത്, അവളെ പിടിച്ച് ജയിലിലാക്കിയത് വരെ അവൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്, നേരെ തന്നെ നിന്നെ അങ്ങോട്ട് കെട്ടിച്ചു തരാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? കളിയാക്കുമെന്നല്ലടാ, സത്യമായിട്ട് പറയുന്ന കാര്യമാണ് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അവരുടെ രൂപവും ഭാവമൊക്കെ മാറുക, നിങ്ങൾക്ക് കൺമണിയെ തന്നെ വേണോടാ എന്ന് പറഞ്ഞിട്ട് കരുണിനെ പിടിച്ച് തല്ലുന്നുണ്ട് കേട്ടോ. അയ്യപ്പൻ്റെ കയ്യിൽ നിന്നും വാസുകിയുടെ കയ്യിൽ നിന്നും നന്നായിട്ട് അടി കിട്ടുന്നുണ്ട്. അടി കിട്ടി താമരക്കയുടെ ചെയ്യുന്നത്, അങ്ങനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമായിരിക്കും, കൺമണിക്കും കൃഷ്ണനും അതൊരു വലിയ ചിത്തപരമായിരിക്കും. പിന്നെയും അവരായിരിക്കും ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇവരെ നേരെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി ആക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കും കാര്യമുള്ളൂ എന്നൊക്കെ അയ്യപ്പനും അതുപോലെ തന്നെ വാസുക്കിയും പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രൊമോ ആയിട്ട് കാണാം.